ആരെങ്കിലും നിങ്ങളെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുപ്പീൻ എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? ഉദ്ദേശമെന്താണ്? ഉദ്ദേശമറിയാതെ അർത്ഥം മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് സാമാന്യ ബോധമുള്ളവർ ഉടനെ തിരിച്ചറിയുന്നതാണ്. ഉദ്ദേശവും അർത്ഥവും മനസ്സിലാക്കാതെ ഒരു പ്രസ്താവനയോട് നമുക്ക് വ്യക്തിപരമായ ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കുവാനോ നിലനിർത്തുവാനോ സാധ്യമല്ല എന്നതും നമുക്ക് അറിയാം. ആ ഒരവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധനയുടെ അർത്ഥം എന്താണെന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും ബോധമില്ലാത്തവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ആരാധന ഒരു താരിപ്പെന്ന പോലെ നിലനിർത്തിപ്പോകുന്നു. അത് ആരാധനയായി കണക്കാക്കരുത് എന്നതാണ് യേശുവിൻ്റെ നിർദ്ദേശം. ഈ വീഡിയോയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം ആരാധനയല്ല, പിന്നെയോ പലരെയും ചിന്താക്കുഴപ്പത്തിലാക്കുന്ന, പലർക്കും അരിശം തോന്നുന്ന വിധത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന യേശുവിൻ്റെ ഈ ഒരു പഠിപ്പീര്. ആരെങ്കിലും നിങ്ങളെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുപ്പീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ ഉദ്ദേശമെന്താണ്? നാം എന്തുകൊണ്ടങ്ങനെ കാണിച്ചു കൊടുക്കണം? നമ്മുടെ മറ്റേ ചെകിടിന് വിലയില്ലാത്തത് കൊണ്ടാണോ? നമുക്ക് മനുഷ്യ അവകാശങ്ങളില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം? ഒരു ദൈവ പൈതലെന്ന് പറഞ്ഞാൽ ആർക്കും കയറി ചവിട്ടി മതിക്കാവുന്ന ഒരു കൃമിയാണോ എന്നൊക്കെ നമുക്ക് തോന്നിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മെക്കൊണ്ട് തോന്നിപ്പിക്കാൻ സാധ്യതയുള്ളൊരു ഉപദേശമാണ് എന്നതുകൊണ്ട് ഞാൻ ദീർഘനാൾ അന്വേഷിച്ച് മനസ്സിലാക്കിയ വളരെ കൗതുകകരമെന്ന് എനിക്ക് അനുഭവപ്പെടുന്ന ചില അടിസ്ഥാന സത്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഏവരുമായി ഞാൻ പങ്കിടുവാൻ ഇപ്പോൾ ശ്രമിക്കാം. നമുക്കറിയാം, ചരിത്രത്തിൽ ഇപ്രകാരമുള്ള ഒരു പഠിപ്പീര് നസ്രയനായ യേശുവിൽ നിന്ന് മാത്രമാണ് ആവിർഭവിച്ചത്. ശത്രുവിനെ സ്നേഹിക്കണമെന്ന് ഇതിനു മുൻപ് ആരും പഠിപ്പിച്ചിട്ടില്ല. അത് സാധ്യമാണെന്ന് ഇപ്പോഴും ആരും വിശ്വസിക്കുന്നില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ പല വിധത്തിലും ശ്രദ്ധേയമായ പ്രത്യേകതകളുള്ള ആത്മീയമായ ദർശനം, നിലപാട്, ഉപദേശം യേശു പുലർത്തിയിരുന്നു എന്നത് 4 സുവിശേഷങ്ങളും യാതൊരു സംശയത്തിനും മാർജിൻ അവശേഷിപ്പിക്കാതെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക്, ഈ ഒരു പ്രതിഭാസത്തിലേക്ക് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ വേണ്ടതുപോലെ പതിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അല്ല എങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. ഏതായാലും ഈ വീഡിയോയുടെ ഉള്ളടക്കം പരിഗണിച്ച ശേഷം ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ദയവായി അഭിപ്രായപ്പെടുക. ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതും കാണിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. എൻ്റെ എല്ലാ അന്വേഷണങ്ങളുടെയും ആരംഭമെന്ന് പറയുന്നത് യേശു അന്ന് വരെ നിലനിന്നിരുന്ന സങ്കല്പങ്ങൾ, ധാർമ്മികവും മതപരവുമായ ആശയങ്ങൾ, എന്താണ് സാധ്യമാകുന്നത്, എന്താണ് അസാധ്യമെന്നൊക്കെ മനുഷ്യർ സങ്കല്പിച്ചു വച്ചിരുന്ന അതിർവരമ്പുകൾ, ഇവയൊക്കെ അതിജീവിക്കുന്ന വിധത്തിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻ്റെ അടിസ്ഥാന സങ്കല്പമാണ്. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഈ ഒരു മർമ്മത്തിലാണ്. അതായത് യേശുവിന് മുൻപ് സ്ഥിതി ചെയ്തിരുന്ന എല്ലാ അവസ്ഥകളെയും അതിജീവിക്കുന്ന, അതിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട കാഴ്ചപ്പാടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ അതുവരെ പ്രാപിച്ചിട്ടുള്ള അവസ്ഥയെ അതിജീവിക്കാൻ സാധ്യമാണെന്നും അത് അതിജീവിക്കുക അവൻ്റെ ആവശ്യവും അവകാശവുമാണ് എന്നുമുള്ള
വളരെ ശ്രദ്ധേയമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അടിത്തറയിൽ നിന്നാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. ഉദാഹരണമായിട്ട് നാം ഭാഗ്യവചനങ്ങൾ എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന അശ്രദ്ധേയമായ ഭാഗം, ലോകത്തിലാരെങ്കിലും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൗമ്യത കാണിക്കുന്നവർ മണ്ടന്മാരാണ്. നിങ്ങൾ സൗമ്യതയോടെ നിന്നാൽ 4 പേർ നിങ്ങളുടെ തലയിൽ കയറിയിരിക്കും എന്ന ധാരണയേ ഉള്ളൂ വാസ്തവത്തിൽ. അതുകൊണ്ടാണ് അധികാരമുള്ളവരൊക്കെ ധിക്കാരം കൂടെ കാണിക്കുന്നത്. അധികാര കസേരയിലിരിക്കുന്നവർ സൗമ്യതയോടെ പ്രവർത്തിച്ചാൽ, മറ്റുള്ളവരുമായി ബന്ധം പുലർത്തിയാൽ അവിടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് അധികാര കസേരയിലിരിക്കുന്നവർ എപ്പോഴും സൗമ്യത പ്രസംഗിക്കുകയും ധിക്കാരം കാണിക്കുകയും ചെയ്യും. അങ്ങനെ ധിക്കാരം കാണിച്ചില്ലെങ്കിൽ നമുക്ക് അവരോട് ബഹുമാനം പോവുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് അന്ന് വരെ നിലവിലിരുന്ന സങ്കല്പങ്ങളെ അതിജീവിക്കുന്ന ഒരു സമീപനം, ഒരു ശ്രമം യേശുവിൻ്റെ ഉപദേശങ്ങളിലുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ്, ആരെങ്കിലും നിങ്ങളുടെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അല്പം ലളിതമായി തന്നെ അന്വേഷിക്കാം. ഇത് തലച്ചോറ് പുകയുന്ന ഒരു കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ആരെങ്കിലും നിങ്ങളുടെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നത്? അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തിക്ക് അരിശം വന്നു, കോപം വന്നു, ദേഷ്യം വന്നു, ഈർഷ്യ വന്നു, അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവൻ്റെ സമൂഹം അവനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വികാര പ്രകടനം അങ്ങനെ തന്നെ നടത്തണമെന്ന് അവൻ കണ്ടുപിടിച്ചതല്ല, അവൻ്റെ സമൂഹം അവനെ ബോധ്യപ്പെടുത്തിയതാണ്. സമൂഹത്തിൽ നിന്ന് അവൻ ലഭിച്ച പരിശീലനം അവനെ ബോധ്യപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. അരിശം വന്നാൽ ആരുടെയെങ്കിലും മോന്തയ്ക്കിട്ടൊരു പോട് പോടണം. നിൻ്റെ അരിശത്തിൻ്റെ ഏറ്റവും ഇഫക്റ്റീവും ആധികാരികവുമായ ഭാഷ എന്താണ്? 2 പോട് പോടണം. അത് ഏറ്റവും നല്ലത് ചെകിട്ടത്തടിക്കുന്നതാണ്. കാരണം കയ്യിലടിക്കുക അല്ലെ കാലിൽ അടിക്കുക, അതിനകത്ത് വലിയ ഇഫക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ പുറത്തിട്ടൊന്ന് മാന്തി അല്ലെ അടിച്ചു വലിയ. എന്നാൽ ചെവിട്ടത്തടിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ സംസ്കാരത്തിലും വളരെയധികം വൈകാരികമായ ഒരു വലിയ ഘടകമുണ്ട്. അപ്പോൾ നമ്മുടെ അരിശത്തിൻ്റെ മൂർച്ച ഏറ്റവും നന്നായി ഇഫക്റ്റീവായി അവതരിപ്പിക്കാൻ എല്ലാ സമൂഹത്തിലും എക്കാലത്തും മനുഷ്യർ സങ്കല്പിച്ചു വച്ചിരുന്ന ഒരു പ്രവർത്തനമാണ്, ആരാണോ നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത്, ആരോടാണോ നിങ്ങൾക്ക് അരിശം തോന്നുന്നത്, അവൻ്റെ ചെകിട്ടത്തൊരു പോട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആ സമൂഹത്തിൻ്റെ സങ്കല്പത്തിന് പരിപൂർണമായി തന്നെ വിധേയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇങ്ങനെ നിങ്ങളുടെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ, യാതൊരു സംശയമില്ല. ഇനി രണ്ടാമതായിട്ട്, അതേ സമൂഹം തന്നെ അടി കൊണ്ട ആളിനെയും പരിശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? നിൻ്റെ ഒരു ചെകിട്ടത്തടിച്ചാൽ അവൻ്റെ ചെകിട്ടത്ത് കഴിയുമെങ്കിൽ 1 പോടിന് പകരം 2 പോട് വെച്ച് കൊടുക്കണം. അത് സമൂഹം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യാത്തവൻ ഭീരുവാണ്, മണ്ടനാണ്, അവനെ വരുന്നവരും പോകുന്നവരും ഇട്ട് പെരുമാറും. അതുകൊണ്ട് നിങ്ങളുടെ സ്വാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്കാരെയും തല്ലാൻ താല്പര്യമില്ല എങ്കിൽ തന്നെയും നിങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കുന്നതിന് നിങ്ങളുടെ ചെകിട്ടത്തടിച്ചവൻ്റെ ഒരു ചെകിട്ടത്ത് നിങ്ങൾ 2 പിടപെടയ്ക്കണം. ഇത് സമൂഹം നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, നിഗമനങ്ങൾ, സങ്കല്പങ്ങൾ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നുള്ള ധാരണകൾ, അതിനനുസരിച്ച് മാത്രമാണ് നാം പ്രവർത്തിക്കുന്നത്. ഉദാഹരണമായിട്ട്, ആരെങ്കിലും എൻ്റെ ചെകിട്ടത്ത് ഒന്നടിച്ചു എന്ന് വിചാരിക്കുക. ദയവായിട്ട് അടിക്കരുത്, ഞാൻ വയസ്സനാണ്. അടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് അവനെ ഒന്ന് അടിച്ചാൽ എനിക്ക് എന്താണ് പ്രയോജനം? എനിക്ക് യാതൊരു പ്രയോജനമില്ല. അടി കൊണ്ടത് തന്നെയാണ്.
പിന്നെ പ്രയോജനപ്പെടാവുന്ന ഒരു കാര്യം, ആരെങ്കിലും ചില മാർഷൽ ആർട്സ് വല്ലതും പഠിച്ചിട്ട് ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ ഇപ്പോൾ ബ്രൂസ്ലി ഒക്കെ ചെയ്യുന്ന പോലെ പെട്ടെന്ന് അടി ഒഴിഞ്ഞു മാറി അത് പ്രയോജനപ്പെടും. എന്നെ അടിച്ച ഒരാളെ ഞാൻ തിരിച്ചടിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആശ്വാസമോ ലാഭമോ നേട്ടമോ ഉണ്ടാകുമോ? എനിക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവനെ അടിച്ചപ്പോൾ അതുവരെ എൻ്റെ ചെകിടാണ് നൊന്തതെങ്കിൽ ഇപ്പോൾ എൻ്റെ കൈയും കൂടെ നോക്കുന്നു. മാത്രവുമല്ല, അടുത്ത അടി അവൻ്റെ നിന്ന് കിട്ടാനായിട്ടുള്ള യോഗ്യതയും ഞാൻ തന്നെ സൃഷ്ടിച്ചു വെക്കുന്നു. ഇതിനപ്പുറത്തൊന്നും നാം വാസ്തവത്തിൽ നേടുന്നില്ല. പക്ഷേ നാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എന്താണ്? നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ നിലപാടുകൾ, അതിൽ സ്ഥിതി ചെയ്യുന്ന താരിഫുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് നമ്മുടെ വലിയ കടമയായിട്ടാണ് നാം ചെറുപ്പം മുതൽ ധരിച്ചു വച്ചിരിക്കുന്നത്. യേശു പറയുന്നത്, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹവും മാനവജാതി മുഴുവനും കാലാകാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളുടെ അടിമകളാണ്. അടിമത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യൻ്റെ മഹനീയമായ സാധ്യതകളെ നിരാകരിക്കുക, അതിനെതിരെ കഥകടയ്ക്കുക, അത് പ്രയോജനപ്പെടാതിരിക്കത്തക്കവണ്ണം നമ്മെ അകറ്റി നിർത്തുക എന്നതാണ് ഈ അടിമത്വം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം അടിച്ചത്, എന്തുകൊണ്ടാണ് ചെവിക്കുറ്റിക്ക് തന്നെ അടിച്ചത്, അങ്ങനെ അടിക്കുമ്പോൾ തിരിച്ചടിക്കാനായിട്ട് നാം എന്തുകൊണ്ടാണ് ഉള്ളിൽ പ്രേരണ അനുഭവിക്കുന്നതൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന ധാരണയിൽ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകും. യേശു പറയുന്നു, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളതനുസരിച്ച് പ്രതികരിക്കരുത്. എന്തുകൊണ്ട് പ്രതികരിക്കരുത്? നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കരുത്? ഇത് മനസ്സിലാക്കുന്നതിന് ഞാൻ ഒരു ഭാഷാ അധ്യാപകനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് ഭാഷയോട് വലിയ ബഹുമാനവും താല്പര്യവും സ്നേഹവുമുണ്ട്. അപ്പോൾ ഭാഷകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ മലയാളം എടുത്താൽ അതിൽ ഒത്തിരി വാക്കുകളുണ്ട്. വാക്കുകൾ എങ്ങനെയാണ് ഈ വാക്കുകൾ രൂപീകരിക്കപ്പെട്ടത് എന്നത് നാം അന്വേഷിച്ചു പോകുമ്പോൾ ഏത് ഭാഷയാണെങ്കിലും അത് വളരെ 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 നാളുകൾ കൊണ്ട് കാലാകാലങ്ങളിൽ ഓരോ വാക്കുകൾ ആദ്യം ശബ്ദങ്ങളായും പിന്നെ സമൂഹം പ്രത്യേകമായി ഇടം കൊടുത്ത് നിലനിർത്തിയിരിക്കുന്ന വാക്കുകളായും അത് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഒരു ശബ്ദം അതിനർത്ഥമുണ്ടാകണമെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒരു ശബ്ദം, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ശബ്ദം, ടപ്പോ എന്നൊരു ശബ്ദം വെച്ചെന്ന് വിചാരിക്കും. ടപ്പോ, അല്ലെങ്കിൽ വേണ്ട അയ്യോ എന്നൊരു ശബ്ദം വെച്ചു. മലയാളത്തിൽ വളരെ ജനപ്രീതിയുള്ള ഒരു പ്രയോഗമാണ് അയ്യോ എന്ന പദം. അപ്പോൾ ഈ അയ്യോ എന്ന ഒരു ശബ്ദം ഞാൻ പുറപ്പെടുവിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ചെവി പൊട്ടനല്ലെങ്കിൽ ഞാൻ ഏതോ അപകടത്തിലാണ് എന്നത് മനസ്സിലാക്കും. അപ്പോൾ അയ്യോ എന്ന ശബ്ദത്തിന് അർത്ഥം വരണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ ആവശ്യമാണ്. ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുണ്ട്, ശബ്ദം കേൾക്കുന്ന ആളും അല്ലെങ്കിൽ ആളുകളുമുണ്ട്. ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അയ്യോ എന്ന വാക്കിന് ഇന്ന അർത്ഥമായിരിക്കണം എന്ന് തീരുമാനിക്കും. അല്ല, ദൈവം വന്ന് തീരുമാനിക്കുന്ന കാര്യമല്ലത്. ആദ്യം ആരോ അപകടത്തിലായപ്പോൾ അയ്യോ എന്നറിയാതെ വിളിച്ചു. എന്താണ് അർത്ഥമൊന്നും അയ്യോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആൾ പറഞ്ഞു, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ ഏതോ ഉണ്ട്. അത് പറയുന്ന ആ വിധത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ സ്വരത്തിൻ്റെ ആ ഉയർച്ച കൊണ്ട് എന്തുമായിക്കൊള്ളട്ടെ, വന്ന് നോക്കിയപ്പോൾ ആൾ അപകടത്തിലാണ്. അപ്പോൾ ആദ്യമായി അങ്ങനെ ഒരു സങ്കല്പമുണ്ടായി. അയ്യോ എന്ന ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ പുറപ്പെടുവിക്കുന്ന ആൾ ഏതോ അപകടത്തിലാണ് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി. അങ്ങനെ നാളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പ്രവൃത്തി, ഇതേ സാഹചര്യം ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ ആവർത്തിച്ച് അയ്യോ എന്ന പദത്തിന് ഇത് മാത്രമാണ് അർത്ഥം എന്ന് ഒരു ഭാഷയുടെ
പശ്ചാത്തലത്തിൽ നിശ്ചയിക്കപ്പെട്ടു. ഇത് ഞാൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇത് ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട് യേശുവിൻ്റെ ഈ നിർദ്ദേശത്തെ, ഉത്ബോധനത്തെ മനസ്സിലാക്കാനാണ്. യേശു അവതരിപ്പിക്കുന്നതിലും രണ്ട് ആളുകളുണ്ട്. അടിക്കുന്നവനുണ്ട്, അടി കൊള്ളുന്നവനുണ്ട്. നീ അടിയുടെ അർത്ഥമെന്ത് എന്ന് തീരുമാനിക്കുന്നത് അടിക്കുന്നവൻ മാത്രമാണോ അതോ അടി കൊള്ളുന്നവൻ കൂടെയാണോ? അടിക്കുന്നവൻ അവൻ്റേതായ ധാരണയിൽ കൈകൊണ്ട് ഒരു പോട് കൂടി, എന്നാൽ അടി കൊള്ളുന്നവൻ അവൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ അതുപോലെ സ്വീകരിക്കണം എന്ന നിർബന്ധമുള്ളവനല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ അതിനെ മനസ്സിലാക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. ഇപ്പോൾ ആരെങ്കിലും എന്നെ പട്ടി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ എന്നെ സാത്താൻ്റെ സന്തതി എന്ന് വിളിച്ചു, ഞാൻ സഭാപരമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ കൂടുതലും എനിക്ക് കിട്ടുന്ന പദവി ഇവൻ സാത്താൻ്റെ സന്തതിയാണ് എന്നുള്ളതാണ്. എന്നെ ആളുകൾ സാത്താൻ്റെ സന്തതി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും തോന്നാറില്ല. കാരണം അതിലെന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാത്താൻ്റെ സന്തതിയാകുന്നത് എന്നെനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ 1000 പേര് വിളിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആരാണ് എന്നതിനെപ്പറ്റി എനിക്ക് അല്പം ബോധ്യമുള്ളത് കൊണ്ട് ആ പറയുന്ന കാര്യവും ഞാനുമായി വിദൂര ബന്ധം പോലുമില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് 1000 പേരെൻ്റെ ചുറ്റും നിന്ന് സാത്താൻ്റെ സന്തതിയാടാ നീ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം എന്താണ്? ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നയാളും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും തമ്മിൽ ഒരു 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 മുറിച്ചുമാറ്റൽ ഉണ്ടായി, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായി. രണ്ടുപേരും കൂടെ സഹകരിക്കുമ്പോൾ മാത്രമേ ആ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ. ആ ഒരു അനുഭവം, ആ ഒരു തത്വം കൊണ്ട് നമുക്കിനി യേശുവിൻ്റെ പഠിപ്പിലേക്ക് മടങ്ങി വരാം. യേശു പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ 2 ഘടകങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ലോകത്തിൻ്റേതായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മനുഷ്യരുടെ പ്രവർത്തനവും പ്രതികരണവും മാത്രമാണ്. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആളുകൾ ഇപ്രകാരം നിങ്ങളോട് പ്രതികരിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ കൊടുക്കുന്ന ഉപദേശങ്ങളുടെ സമാഹാരമാണ് 10-ാം അധ്യായം എന്നവർക്കും അറിയാം. അവിടെ പറയുന്നത്, കാൺമീൻ, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. അതുകൊണ്ട് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കും. അപ്പോൾ നാം വസിക്കുന്ന ഈ ലോകത്തിന് അതിൻ്റേതായ വളരെ വളരെ കൃത്യമായ സ്വഭാവവും പ്രവർത്തന രീതിയും മാനദണ്ഡങ്ങളുമുണ്ട്. ലോകത്തിൽ നിന്ന് നിങ്ങൾ അത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. എന്നാൽ രണ്ടാമത്തെ ഘടകം, അതിന് അതീതമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കടമയുണ്ട്. ആ കടമയോട് നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൗത്യബോധത്തോടുകൂടെ ഈ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് പോകുന്നുവെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദൗത്യം, ആത്മീയ ദൗത്യം എന്നത് തന്നെ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം, നിങ്ങൾ ഇടപെടുന്ന സമൂഹം, ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു ഇടപെടലാണല്ലോ. ആ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ധാരണകൾ, മാനദണ്ഡങ്ങൾ, അതിനപ്പുറത്തേക്ക് ആ സമൂഹത്തെ കൊണ്ടുപോകുവാൻ, വഴി നടത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ? അങ്ങനെ അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് കൊണ്ടുപോകുക എന്നതാണ് ആത്മീയമായ ദൗത്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അതായത് 10 വീട് വെച്ച് കൊടുത്തെന്നോ, അല്ലെങ്കിൽ 100 വിധവമാർക്ക് പെൻഷൻ കൊടുത്തെന്നോ, അല്ലെങ്കിൽ 500 പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് കൊടുത്തെന്നോ അല്ല. അത് എല്ലാം നല്ല കാര്യം തന്നെ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആത്മീയ ദൗത്യത്തിൻ്റെ ലക്ഷ്യം അതിൽ പരിമിതപ്പെട്ടു പോകരുത്. പിന്നെയോ ആ സമൂഹത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന മാനദണ്ഡങ്ങൾ, സങ്കല്പങ്ങൾ, ധാരണകൾ,
അതിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ സമൂഹത്തെ സഹായിക്കത്തക്കവണ്ണമായിരിക്കണം നിങ്ങളുടെ നിലപാടുകളും ഇടപെടലുകളും എന്നതാണ് യേശുവിൻ്റെ ഉപദേശം. ഇനി ഞാൻ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൂടെ ഒന്ന് പങ്കിട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ലോകത്ത് എവിടെയാണെങ്കിലും യേശു ഇത് പറയുന്ന കാലത്തും അതിന് ശേഷമുള്ള 2000 വർഷങ്ങളിൽ ലോകത്തെവിടെ നാം നോക്കിയാലും ഇങ്ങനെയുള്ളൊരു സന്ദർഭം, ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ ചെകിട്ടത്തടിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 പേരുണ്ട്, അടിച്ചവനുമുണ്ട് അടി കൊണ്ടവനുമുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിലുള്ള അഭിമുഖം, ഫേസ് ഓഫ്, അത് കൃത്യമായി എല്ലാ സമൂഹങ്ങളും നിർവചിച്ച് വെച്ചിട്ടുണ്ട്. ആ നിർവചനമനുസരിച്ച് അല്ലെങ്കിൽ ആ ധാരണയനുസരിച്ച് ആ മാനദണ്ഡമനുസരിച്ച് അടിക്കുന്നവനും അടി കൊള്ളുന്നവനും ശത്രുക്കളാണ്. ശത്രുതയോടുകൂടെ പ്രതികരിക്കാൻ, അങ്ങനെ ശത്രുതാ മനോഭാവത്തോട് പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും? അടിക്കുന്നവനും അടി കൊള്ളുന്നവനും ആ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് അടിമകളായി അതിൽ നിന്ന് പരിമിതപ്പെട്ട് മാത്രമേ ആജീവനാന്തം പിന്നെ വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? അതപ്പോൾ അത് ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത്, ഏത് സാധ്യതകളാണോ അത് അറിയുകയും വിലമതിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത്, അതിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ അതിനിടയായെങ്കിൽ മാത്രമേ അതിലിപ്പോൾ സ്ഥിതി ചെയ്യുന്ന അപാകതകളും അക്രമങ്ങളും അവസാനിക്കുകയുള്ളൂ. ഏത് സമൂഹത്തിലും അപക്വതകളും അപകടങ്ങളും അക്രമങ്ങളും സ്ഥിതി ചെയ്യുന്നത് ചില സങ്കല്പങ്ങളുടെ, ചില ധാരണകളുടെ, ചില സംജ്ഞകളുടെ അടിസ്ഥാനത്തിലാണ്. അവയ്ക്ക് മാറ്റം വരുത്തണം. അവയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ അടിച്ചവനും അടി കൊള്ളവനും ശത്രുക്കൾ എന്നതിൽ നിന്നപ്പുറത്ത് അവർ പങ്കാളികളായിത്തീരണം. ശത്രുത്വം പങ്കാളിത്തമായി മാറ്റണമെന്നാണ് യേശു പറയുന്നത്. എന്തിനു വേണ്ടി? അടിച്ചവനും അടി കൊണ്ടവനും ഇതാ ഒരു പുതിയ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ്? ആ സമൂഹം അന്ന് വരെ വെച്ചു പുലർത്തിയ സങ്കല്പങ്ങൾക്ക് അപ്പുറം മറ്റൊരു സാധ്യത, മറ്റൊരു ചക്രവാളം, അനുഭവങ്ങളുടെ, വേറിട്ട അനുഭവങ്ങളുടെ ഒരു ചക്രവാളമുണ്ട്. അതിലേക്കൊന്ന് കണ്ണ് അയക്കുവാൻ, അതൊന്ന് കാണുവാൻ, അത് അനുഭവവേദ്യമാക്കുവാൻ അവർക്കും ആ സമൂഹത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും സാധ്യമാകത്തക്കവണ്ണം ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ, ഒരു സാധ്യതയുടെ കവാടം തുറക്കുവാൻ ഇവർ 2 പേരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഒരു ചെകിട്ടത്തടിച്ചു, ഞാൻ തിരിച്ചൊരു പോട് വെച്ച് കൊടുത്തു. അപ്പോൾ ഒന്നിൽ അവൻ എനിക്ക് വീണ്ടും 2 തിരിച്ചു തന്നു. ഞാൻ അതുകൊണ്ട് ഒന്നിൽ മോങ്ങിക്കൊണ്ട് ഓടി, അല്ലെങ്കിൽ ഞാൻ 4 തിരിച്ചു കൊടുത്തു. അങ്ങനെ അവൻ്റെ എന്താ പറയുക, അവൻ്റെ മോന്തയുമില്ല, എൻ്റെ മോന്തയുമില്ല, അവൻ്റെ ബോണറ്റ് പോയി, എൻ്റെ ബോണറ്റ് പോയി എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ നമുക്ക് യാതൊരു വിടുതലും ഉണ്ടാകുകയില്ല. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു സാധ്യതയുണ്ട്. എന്താണ്? ഇതല്ല മനുഷ്യത്വത്തിൻ്റെ മനോഹരമായ അവസ്ഥയോ പ്രതികരണ ശൈലിയോ എന്ന് സമൂഹത്തിന് ബോധ്യം വരത്തക്കവണ്ണം പ്രവർത്തിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട്. പക്ഷെ ആ സാധ്യത നമുക്ക് ദൃശ്യമാകണമെങ്കിൽ, ആ സാധ്യത യഥാർത്ഥവൽക്കരിക്കണമെങ്കിൽ, അത് ശരിയാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകണമെങ്കിൽ, എന്നെ അടിച്ചവനും കൂടെ ബോധ്യമാകണമെങ്കിൽ, എൻ്റെ പ്രതികരണത്തെ ഞാൻ അതിനുതകുന്ന വിധത്തിൽ ക്രമീകരിക്കണം. അതുകൊണ്ടാണ് മറ്റേ ചുവട് കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അത് ആ സമൂഹത്തിലെന്ന് മാത്രമല്ല, ലോകത്തിൽ ഒരു സമൂഹത്തിലും നാളിതുവരെ നിലനിൽക്കാത്ത ഒരു പ്രതികരണ രീതിയാണ്. ആ പ്രതികരണ രീതി വരുമ്പോൾ നിങ്ങളെ അടിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തെങ്കിലും അല്പം വെളിച്ചമുണ്ട്. യേശുവിൻ്റെ ആത്യന്തികമായ വിശ്വാസ പ്രമാണം എല്ലാവരുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. പക്ഷേ ആ വെളിച്ചത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ, വെളിച്ചത്തെ പ്രകാശിപ്പിക്കുവാൻ, പ്രകടിപ്പിക്കുവാൻ മനുഷ്യർക്ക് കഴിയാത്തത് കൊണ്ടാണ് അവർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടെ അവൻ്റെ ഉള്ളിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കിനെ മറച്ചു വച്ചിരിക്കുന്ന പറയില്ലേ, അതിനെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയും. അതാണ് വിശ്വാസം.
അങ്ങനെയെങ്കിൽ ആ ഒരു പ്രതികരണത്തിൽ കൂടെ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സങ്കല്പങ്ങളെയും നിലവാരങ്ങളെയും ഒന്ന് തിരുത്തി എഴുതുവാൻ നിങ്ങൾക്ക് കഴിയും. അത് സാധ്യമാകത്തക്കവണ്ണം നിന്നെ അടിച്ചവനും അടി കൊണ്ടവനായ നീയും ശത്രുതയിൽ നിന്ന് പങ്കാളിത്വത്തിലേക്ക് പുരോഗമിക്കണം. അത് സാധ്യമാണ് എന്ന് നീ വിശ്വസിക്കണം. ആ ശക്തിയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത്. ഇതാണ് യേശു ഉദ്ദേശിക്കുന്നതെന്നാണ് ദീർഘ നാളുകളിൽ എൻ്റെ പ്രാർത്ഥനാപൂരിതമായ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത് എന്ന് ഏവരെയും സവിനയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ അറിയുവാൻ വളരെ താല്പര്യത്തോടെ ഞാൻ കാത്തിരിക്കുന്നു എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഹകരിക്കുന്ന ഏവരോടുമുള്ള നന്ദി, കടപ്പാട് അറിയിച്ചുകൊള്ളും.